ഇംഗ്ലണ്ടിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധങ്ങളിൽ ഒന്നാണ് ബാറ്റിൽ ഓഫ് ഫ്ലോഡൻ. 1513 സെപ്റ്റംബർ മാസം നടന്ന യുദ്ധത്തിൽ ഏറ്റവും മുഖ്യ പങ്ക് വഹിച്ച ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതാണ് പ്രസ്റ്റൺ ടവർ. ഞാൻ നേരത്തെ പറഞ്ഞ ബാറ്റിൽ ഓഫ് ഫ്ലോഡൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വഹിച്ചൊരു സ്ഥലം. ഓരോ മണിക്കൂറിലും ബെല്ലടിക്കും. ഇപ്പം 4 മണിയായിട്ടുണ്ട്, വൈകുന്നേരം 4 ബെല്ലടിച്ചിരിക്കുന്നു. എനിവേ, ഞാൻ വളരെ സന്തോഷനാണ്. ബാക്കിയുള്ള മുഴുവൻ വീഡിയോസും നിങ്ങൾ കണ്ടു നോക്ക്. നമ്മൾ ഈ ടവറിൻ്റെ മുകളിലേക്ക് കയറുന്നതായിരിക്കും, എല്ലാ റൂംസും എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. ഒരു വർത്ത് പ്ലേസ് ആണെന്ന് പറയുകയാണ്. നിങ്ങൾ നോർത്തംബർലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, നേച്ചർ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഇത്. ഡൻസ്റ്റൻബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്തുള്ളതാണ്. അതിൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് പ്രസ്റ്റൺ ടവർ അടിച്ച് നോക്കുവാണെങ്കിൽ ഈ ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു സ്ഥലം നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നമുക്ക് പ്രസ്റ്റൺ ടവറിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഇവിടെ ആക്ച്വലി അഡൾട്ട്സിന് 2 രൂപയും ചിൽഡ്രൻ നിങ്ങൾ കുട്ടികളെ കൊണ്ടുവരുവാണെങ്കിൽ 50 പെൻസും കൊടുത്താൽ മതി. അതൊരു ചാരിറ്റി പോലെയാണ് കൊടുക്കേണ്ടതെന്നാണ് പുറത്ത് എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാം. പഴയ ലോക്കാണ് കേട്ടോ. സോ ആക്ച്വലി ഇച്ചിരി ഇരുട്ടാണ്. ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ കയറി കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം പഴയ ഒരു സ്ഥലമാണ് കേട്ടോ. പഴയ ബിൽഡിങ്, പഴയ തടി. ഈ ടേബിൾ കുത്തനാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇത് ടവറിൻ്റെ ഒരു മിനിയേച്ചർ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ബോക്സ് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പൈസ ഇതിനകത്ത് നിങ്ങൾക്ക് ഇടാം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാം. പക്ഷേ ഇതുപോലുള്ളൊരു ഇത്രയും ഹിസ്റ്റോറിക് ആയിട്ടുള്ളൊരു പ്ലേസിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾ പൈസ കൊടുക്കുന്നതാണ് നല്ലത്. ഇവിടെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്, ഭയങ്കര ചാർജ് വാങ്ങിച്ചിട്ട് ഒന്നും കാണാനില്ലാത്ത സ്ഥലങ്ങൾ. പക്ഷേ അതിലും ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിടാൻ പറ്റും. ഇവിടെ പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 2 പൗണ്ടാണ് പിള്ളേർക്ക്, കൺസെഷൻ 150 എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ചിൽഡ്രൻ ആൻഡ് സ്റ്റുഡൻറ്റ് 1.50. എനിക്കൊന്ന് കുട്ടികൾക്ക് 50 പെൻസാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ എല്ലാ മണിക്കൂറിലും ടവർ സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ ആ ഒരു സ്ട്രൈക്കിംഗ് ടൈമിൽ നിങ്ങൾ പ്രിപ്പയർ ആയിട്ടിരിക്കുക. ഇതിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നതെങ്കിൽ നല്ല സൗണ്ട് ആയിരിക്കും. അതാണ് നമുക്കപ്പം ഈ ടവറിൻ്റെ എല്ലാ കാഴ്ചകളും ഒന്ന് മുഴുവനായിട്ട് കാണാം. നമ്മളിങ്ങനെ എൻട്രി ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഇവിടെ ഒരു പ്രിസൺ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടിട്ട് എനിക്ക് പ്രിസണായിട്ട് തോന്നിയില്ല, പക്ഷേ എന്തായാലും പ്രിസൺ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്തായാലും പഴയ സാധനമല്ലേ. സോ ഓക്കെ, റിയൽ പ്രിസൺ ആണ് കേട്ടോ. ഒന്നുമില്ല, ഒരു സൗകര്യങ്ങളും ഇല്ല. ജയിൽപ്പള്ളിയെ പോലെ കിടക്കാം. ഇവിടുത്തെ ഇരുമ്പഴിയൊക്കെ ചിലപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ടാവും. ഇവിടെ ഒരു ഇരുമ്പഴി ഉണ്ടായിരുന്നു, എടുത്ത് മാറ്റിയിരിക്കുന്ന കേട്ടോ. എടുത്ത് മാറ്റിയിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ടവറിൻ്റെ മുകളിലേക്ക് പോയി ബാക്കിയുള്ള വിഷ്വൽസ് എല്ലാം കാണാം. ഒരു വർത്ത് പ്ലേസ് ആണ് കേട്ടോ. മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. മനോഹരമായിട്ടുള്ള സ്ഥലം. നമ്മൾ പഴയ ഗുഹയൊക്കെ അങ്ങനത്തെ സെറ്റപ്പില്ലേ, അടിപൊളി, സൂപ്പർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ചെവി ഓർത്ത് കഴിഞ്ഞാൽ ടിക് ടിക് സൗണ്ട് കേൾക്കാൻ പറ്റും. നമ്മൾ മുകളിൽ കയറുമ്പോൾ കുറച്ചുകൂടെ വൃത്തിയായിട്ട് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. സംഭവം കൊള്ളാം കേട്ടോ. പഴയ തടി കൊണ്ടുണ്ടാക്കുന്നത്, പഴയ കല്ല്, പൊളി. എനിക്കറിയത്തില്ല ഇത് എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇത് എനിക്ക് വന്ന ഗാർഡ് റൂം സെറ്റപ്പ് എന്നുണ്ടാന്ന് തോന്നിട്ടോ. ഇതൊരു ഫയർ പ്ലേസ്. വെട്ടം കിട്ടുന്നുണ്ടായിരുന്നില്ല. അത് ഇത് വെള്ളം കുടിക്കാനുള്ള ചെറിയ ജനാല. എന്താണ് ഇതിൽ? മൃഗത്തിൻ്റെ തോലാണോ? ലുക്സ് ലൈക്ക് അങ്ങനെ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1400-കളിലാണ് ഓപ്പണിംഗ് ദ വാൾ ജസ്റ്റ് ഇൻസൈഡ് ദ ഡോർ. വെള്ളം കുടിക്കാനുള്ള ടംബ്ലർ വെച്ചിട്ടുണ്ട്. ഒരു പഴയ സ്റ്റൂൾ. ഇത് ഒത്തിരി പഴയതല്ല, പക്ഷേ ലുക്സ് ലൈക്ക് ഓൾഡ്. നമ്മുടെ കബോർഡ് സെറ്റപ്പൊക്കെ കൊള്ളാം. ഇതെന്താണെന്ന് എനിക്കറിയില്ല, സംഭവം കൊള്ളാം കേട്ടോ. പൊളി. ഇതാണ് ഈ ക്ലോക്കിൻ്റെ ഒരു ഐറ്റമാണ് കേട്ടോ. വാവ്, ഇത് ഇവിടെ വന്നത് ഓത്തായി. ചീപ്പാണ്, വെരി ചീപ്പ്.
റൂം ഈസ് ഫർണിഷ്ഡ്. ഓക്കെ, ഇതും ഒരു ലിവിങ് റൂമാണ് കേട്ടോ. ടവറിനകത്തെ ലിവിങ് റൂമാണ്. മൈ ഗോഡ്, പേടിയാവുന്നു. വാ, സംഭവം കൊള്ളാം കേട്ടോ. ഇവിടെ ഒരു ബേർണർ സെറ്റപ്പൊക്കെ വെച്ചിട്ടുണ്ട്, കണ്ടോ? സംഭവം കൊള്ളാം കേട്ടോ. ഇതിനകത്ത് ലൈറ്റ് പ്രവർത്തിക്കുന്നില്ല, ലൈറ്റ് പോയെന്ന് തോന്നുന്നു. ഇതെന്താണ് സാധനം എന്ന് എനിക്കറിയത്തില്ല. പഴയ ആൾക്കാർ ആരെങ്കിലുമൊക്കെ അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യേ, പുതിയതായിട്ട് അറിയാവുന്നവരും കമൻറ്റ് ചെയ്യേ. നൈസ്. നമുക്ക് പുറത്തേക്ക് പോവാം. ഓക്കെ, നമ്മളിനി അടുത്ത ഫ്ലോറിലേക്ക് കയറാൻ പോവാണ്. ഓക്കെ, ഇതിപ്പോൾ വൈകിട്ട് 3:30 4 മണിയാകുമ്പം ബെല്ലടിക്കും. അപ്പോൾ അത് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഫ്ലോഡൻ റൂം, ദ ബാറ്റിൽ ഓഫ് ഫ്ലോഡൻ 1513. പിന്നെ ഡീറ്റെയിൽസ് ഇത് എഴുതിയിട്ടുണ്ട് കേട്ടോ. പ്ലീസ് ഡു നോട്ട് അലൗ ചിൽഡ്രൻ ഹയർ ദാൻ ദിസ് വിത്തൗട്ട് ആൻ അഡൽട്ട്. പിള്ളേരെ മുകളിലേക്ക് കയറ്റി വിടരുത് എന്നാണ് പറയുന്നത്. ഇതും എന്തോ ഒരു റൂമാണ് കേട്ടോ. ആ, ഈ റൂമിലൊരു പഴയ ആൾ നിൽപ്പുണ്ട് ഇവിടെ. കണ്ടപ്പോൾ പേടിച്ച് പോയി. പ്രശാന്തേട്ടനാണ്. ഇവിടെ ബുക്ക് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. സൂപ്പർബ്. കുറേ ഡീറ്റെയിൽ എഴുതിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ, പഴയ ആയുധങ്ങളൊക്കെ. ഓക്കെ, ഇതും പഴയ ആയുധങ്ങളാണ് കേട്ടോ. കുത്തിക്കൊല്ലാൻ ഉപയോഗിക്കുന്ന കുന്തോ എന്ന് വരും, തൃശൂലം. നിങ്ങൾ പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കാം കേട്ടോ. ഇതും ഒരു ഫയർ പ്ലേസ് പോലെ ഇരിക്കുന്നു. ഇതൊരു ഫയർ പ്ലേസ് തന്നെ. ആ, ഫയർ പ്ലേസ് തന്നെയാണ്. ഓക്കെ, നമുക്കിത് പുറത്തേക്ക് പോകാം. ഒരു പഴയ ചെയർ. ഓക്കെ, ക്ലോക്കിൻ്റെ പെൻഡൽ ആടുന്നുണ്ടോ? നമ്മൾ വെസ്റ്റ് മിനിസ്റ്ററിലുള്ള ബിഗ് ബെൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഒരു ക്ലോക്കാണ്. അതിൻ്റെ ഒരു റിപ്ലിക്കേഷൻ പോലത്തെ ഒരു സെറ്റപ്പാണ്. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അലിയാസ് ബിഗ് ബെൻ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, അതുപോലെ തന്നെ ഒരു സെറ്റപ്പാണിതും. സോ ഇത് വർക്കിംഗ് ആണ് കേട്ടോ. ഒരു ടിക് ടിക് സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, സോ എനിവേ ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിവിടുത്തെ ഹിസ്റ്ററിയാണ്. 1554 BC പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ദിസ് ഈസ് ദ സെക്കൻഡ് ഫ്ലോർ. ഓക്കെ, നമ്മളിപ്പോൾ ഈ ക്ലോക്കിൻ്റെ മെഷീൻ ഇരിക്കുന്ന ഇവിടാണ്. ഇവിടെ നിന്നുണ്ടാകുന്ന ആ ഒരു പെൻഡലത്തിൻ്റെ മൂവ്മെൻറ്റ് ഇതിലേക്കൂടെ പാസ് ചെയ്ത് ഇതിലേക്കൂടെ പോയി അവിടെയാണ് ക്ലോക്ക് ഇരിക്കുന്നത്. പുറത്തായിട്ടോ, ഞാൻ പുറത്തുള്ള വീഡിയോ ഇറങ്ങുന്ന കാണിച്ചത്. അവിടെയാണ് ക്ലോക്ക് ഇരിക്കുന്നത്. സോ നമ്മളിങ്ങനെ ടോപ്പിലേക്ക് പോവാണ്. Okay, let's go up. Caution, low floor at top stairs. Okay. Okay, excuse me. Yes. ഞങ്ങളങ്ങനെ ഇങ്ങനെ ടോപ്പിലെത്തി. ഇവിടെ വന്നുകൊണ്ട് മഴ വലിയൊരു കാര്യമായില്ല. അവർ താഴെ പോയി നിൽക്കണം. അവർ കണ്ടിട്ട് താഴെ ഇറങ്ങിപ്പോയി. ഓക്കെ, ഇതിൻ്റെ ഒരു പീസ് കൂടെ മുകളിലോട്ട് പോകാനുണ്ട്. ഓക്കെ, ഇതാണ് ഈ ക്ലോക്ക് ടവറിൻ്റെ ഏറ്റവും ടോപ്പ് കേട്ടോ. ഇതാണ് ടോപ്പ് വ്യൂ. ഒരു 180 ഡിഗ്രി നമുക്കൊന്ന് തിരിഞ്ഞ് നോക്കാം. ഇവിടെ ഒരു നോർത്ത് വെസ്റ്റ് സൗത്ത് ഈസ്റ്റ്, അതായത് നമ്മുടെ ദിശ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏത് ദിശയിലോട്ടാണ് കാറ്റ് വീശുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു പഴയ കാലത്ത് യൂസ് ചെയ്തിട്ടുള്ളൊരു മെഷീനാണ്. അതിപ്പോഴും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് മറ്റേ ലൈറ്റ്നിങ് കണ്ടക്ടറാണ് കേട്ടോ. ലൈറ്റ്നിങ് വരുമ്പോഴത്തേക്ക്
സേഫ് അല്ല ഇവിടെ നിൽക്കുന്നത്. പിന്നെ ഇവിടെ എന്തൊക്കെയാണ്, അതായത് ഈ ഒരു ഇതിൻ്റെ നോർത്തും വെസ്റ്റും സൗത്ത് ഈസ്റ്റ് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഒരു ഐഡിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ടവറിൻ്റെ നിയറസ്റ്റ് ലൊക്കേഷനിൽ നിന്നും ഇത്രയൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ നൈസ് ഒരു ബംഗ്ലാവ് ഉണ്ട് കേട്ടോ. ഇതൊരു ബംഗ്ലാവാണ്, നല്ല രസമാണ് കാണാൻ. അവിടെ അത് ഫയർ പ്ലേസ്, അത് ഫയറല്ല, ഫയർ പ്ലേസ് ഉണ്ട്, പക്ഷെ അത് തെർമോസ്റ്റാറ്റിൻ്റെ ഇതാണ് പോകുന്നത്, ഹീറ്റാണ് പുറത്തേക്ക് പോകുന്നത്. ഫയർ പ്ലേസിന് ശരിക്കും പുകയാണല്ലോ പോകുന്നത്. കൊള്ളാം കേട്ടോ. ഇതും എനിക്ക് തോന്നുന്നു ബംഗ്ലാവാണ് കേട്ടോ. ഇത് ബംഗ്ലാവാണ്, നമ്മൾ കാർ പാർക്ക് ചെയ്ത സൈഡാണ്, ബംഗ്ലാവാണ്. അവിടെ ആരും താമസിക്കുന്നത് എനിക്കറിയത്തില്ല. ഇതൊരു പ്രൈവറ്റ് മ്യൂസിയമാണ് ഇപ്പോൾ ആക്ച്വലി, എന്താണെങ്കിലും. നമുക്കിനി താഴേക്ക് പോകാം. കയറി വന്നപ്പോഴത്തേക്ക് ഇതാണ് ഈ ബെല്ല് കേട്ടോ. ഈ ബെല്ലാണ് ഓരോ മണിക്കൂറിലും അടിക്കുന്നത്. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതാണ് ബെല്ല്, ഇതാണ് ഇത് വന്ന് അടിക്കുമ്പോഴാണ് സൗണ്ട് കേൾക്കുന്നത്. നല്ല സൗണ്ടായിരിക്കും. ഇതും ഒരു ഗാർഡ് റൂമാണ് കേട്ടോ. ഇതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഇതാണ് പണിത് വെച്ചിരിക്കുന്നത്. ഒരു ഗാർഡ് റൂമാണ്. സോ ഞങ്ങൾ ഇവിടുന്ന് പ്രസ്റ്റൺ ടവറിൽ നിന്ന് പോവുകയാണ്. അപ്പം നമ്മൾ ആക്ച്വലി ഇത്രയും ചരിത്ര പ്രധാനമായ ഒരു സ്ഥലത്ത് വരാൻ പറ്റിയത് ഒത്തിരി വലിയൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. വീഡിയോ എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പറ്റുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വ്യൂസ് എല്ലാം. താങ്ക് യു സോ മച്ച്. സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.